ഇന്ന് നമുക്ക് ഉമ്മൽക്കൺ സൂയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിത് നാഷണൽ ഡേയുടെ ഹോളിഡേ ആ ടൈമിൽ പോയതാണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് അത്യാവശ്യം നന്നായിട്ട് മക്കൾക്കൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കാര്യം ഞാൻ മോള് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. അവളെന്താ ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവൾക്ക് പേടിയായിരിക്കും എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു കണക്കുകൂട്ടൽ. പക്ഷെ എല്ലാം ഞെട്ടിച്ച് കുറേ കാഴ്ചകൾ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പൊ നമ്മൾ ഉമ്മൽക്കോൺ സൂയിലാണ് പോയത്. അപ്പൊ അവിടെ നമ്മൾ നേരെ കയറുന്ന ടൈമിൽ തന്നെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഫ്രണ്ട് നമുക്ക് ദാ ഈ കുറച്ചൊരു ഇത് എന്ത് ഇല അത് എനിക്ക് അറിയാൻ വയ്യ. ഏതോ ആയിരുന്നു, മുരിങ്ങയിലയാണോ? അല്ല. ആ, അതും നമുക്കൊരു 10 തരത്തിന് ആ ഇലയും വാങ്ങാൻ പറ്റും. പിന്നെ ക്യാരറ്റ് അങ്ങനെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു ബണ്ടിലാട്ടോ വാങ്ങിയത്. ഇല അതാ വാങ്ങിച്ചത്. ഇത് മുരിങ്ങയിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ആ, ആദ്യമേ നമ്മളിതാ ഈ ആളടുത്താണ് പോയത്. എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉള്ള കൂട്ടത്തിലാട്ടോ. അപ്പൊ ഞാൻ കുറച്ച് മാറി നിന്നിട്ടാട്ടോ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഈ തലയാട്ടി സംസാരിക്കാൻ എനിക്ക് എന്താ വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിരോധിച്ചിരിക്കുകയാണ്. നമ്മൾ പിന്നെ ചുമ്മാ ഒരു സ്നേഹത്തിന്റെ പുറത്ത് നമ്മളത് കൊടുക്കും എന്തെങ്കിലുമൊക്കെ പറയല്ലോ. ദേ നമ്മുടെ സുന്ദരിയെ കണ്ടില്ലേ? അവള് ഭയങ്കര ഓട്ടമൊക്കെ ആയിരുന്നു ട്ടോ. ഞാൻ പ്രതീക്ഷ ഇറക്കിയല്ലായിരുന്നു. അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാം കാണാൻ ഭയങ്കര എന്താ പറയാ, ആ ഒരു ത്വര അങ്ങനെയല്ലേ? ആ, ആകാംക്ഷ അങ്ങനെ ഉണ്ടായിരുന്നു ട്ടോ. അത് നമ്മള് ഫസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ടിങ് കേറുന്നിടത്തിന് നമ്മുടെ കടുവയില്ലേ ഇത്? അത് തന്നെ. അതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ കരുതി എനിക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് തന്നെയൊക്കെ ഭയങ്കര പേടിയാണ് ട്ടോ. പേടിയെന്ന് വെച്ചാല് ഈ പട്ടിയായാലും പൂച്ചയായാലും എന്താണെങ്കിലും എനിക്ക് തൊടാനൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷേ എനിക്ക് നേരെ ഓപ്പോസിറ്റ് ആണെന്ന് ഇതെനിക്ക് മനസ്സിലായി. അവള് അതിനെ തൊട്ടപ്പോ എനിക്ക് മനസ്സിലായി അവൾക്ക് പേടിയില്ല എന്നുള്ളത്. പിന്നെ അടുത്ത് നടന്നതൊന്നും നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരുന്നു. മോളുടെ അച്ഛൻ പിന്നെ പറയേ വേണ്ട. ആള് ഇത് പൂച്ചയിലും പട്ടിയിലും എല്ലാത്തിനെയും തൊടുന്നൊരു ടൈപ്പാ. അതേ കണക്ക് തന്നെയായിരുന്നു കേട്ടോ ഇവളും. ഞാൻ കരുതി അവള് കയ്യില് വാങ്ങില്ല. ചിലപ്പം ഈ ഒരു റാബിറ്റ് ഇങ്ങനെ അതിങ്ങനെ വിരവിരാവുമല്ലോ. ആ ടൈമില് അവക്ക് പേടിയാവുമെന്നാ കേട്ടോ ഞാൻ കരുതിയത്. പക്ഷേ ഇതാ നോക്ക്, അവള് നല്ല രീതിയിൽ അതിനെ പിടിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഗ്രില്ലിനകത്ത് നമുക്ക് കേറാൻ കേട്ടോ. പക്ഷെ ഞാൻ കേറിയിട്ടില്ല. എനിക്ക് നല്ല പേടി തന്നെയായിരുന്നു. അപ്പൊ അച്ഛനും മോളും മാത്രമേ കേറുള്ളൂ. അപ്പൊ ഞാൻ വെളിയിൽ നിന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പൊ അവൾ അതിനെ താഴെ വെച്ചപ്പോ ഞാൻ കരുതി ഓക്കെ ഫൈൻ അവളെ തൊടില്ല. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. ആ ഒരു വീഡിയോ എനിക്കിതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന് വേറൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ കുഞ്ഞി ആട്ടിൻകുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മള് നാട്ടില് മാത്രമേ ഇതിനെയൊക്കെ കാണാൻ പറ്റുള്ളല്ലോ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം മോക്ക് ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവൾ ഇത്രയും അവൾക്ക് ഇഷ്ടാവുന്നൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതിന് ആ ഒരു ഫുഡ് കൊടുക്കുന്നതും ഒക്കെ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അങ്ങനെ ദാ അത് കഴിഞ്ഞ് നമ്മള് പിന്നെ ഓരോ സെക്ഷൻ എല്ലായിടവും ഓൾമോസ്റ്റ് ഫില്ലായിട്ട് അനിമൽസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാത്തിന്റെ പേരൊക്കെ നമുക്ക് പാടാണ്. അങ്ങനെ ദാ അടുത്തടുത്ത് വന്നു. ഇതെന്താ സംഭവം? എന്തായാലും നമ്മളെല്ലാവർക്കും ഫുഡും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആ ഒരു എലയുടെ ആ ഒരു ഇത് കൊണ്ട് ചെല്ലുമ്പോ തന്നെ അവര് വരുന്നത് കാണും. അപ്പൊ അതൊരു പ്രത്യേക ഇതാണ് കേട്ടോ. അപ്പൊ അതിനെല്ലാം ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ സൂ കണക്ക് എനിക്ക് തോന്നുന്നത് അത്രയും ഒരു തിരക്കോ അത്രയും അനിമൽസോ ഒന്നും ഒരുപാടൊന്നും ഇല്ലായിരുന്നു. ഇത് ഒരു അത്യാവശ്യം വലുതാണ്. എന്നാലും അത്ര കമ്പയർ ചെയ്യുമ്പോ അത്ര വലുതല്ല ട്ടോ. പിന്നെ ഇതാ നമ്മള് നമ്മുടെ ആ, ഇത് കുരങ്ങനായിരുന്നു. അതിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സംഭവം ഇത് കരടിയല്ലേ? അതൊക്കെ കുറെ ഉണ്ടായിരുന്നു ട്ടോ. ആ ഒരു ഏരിയയിൽ ഫുൾ അതായിരുന്നു. പിന്നെ നമ്മൾ ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ കാണുന്ന കണക്ക് ഇങ്ങനെയാട്ടോ അവിടെ കോഴികളൊക്കെ ഇട്ടുന്നത്. അതിനിടയിൽ കൂടി ആ ഗ്രില്ലിനിടയിൽ കൂടി ഇതേ കണ്ടോ ഒരാളൊക്കെ പുറത്ത് ചാടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ വന്നത് നമ്മുടെ കുരങ്ങച്ചന്മാരുടെ അടുത്താണ് കേട്ടോ. അപ്പൊ എനിക്കിതൊക്കെ ഭയങ്കര പേടിയാണ്. കാര്യം കുരങ്ങൻ നമ്മള് മറ്റേ കപ്പലണ്ടി ഇങ്ങനെ തോടോടുള്ള കപ്പലണ്ടി അതായിരുന്നു. അപ്പൊ അത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോഴത്തേ എസ്തുമോക്ക് ഒരു പേടില്ല. ഇവള് എന്തായാലും ഇതിനെയൊക്കെ തൊടുന്ന എനിക്ക് നല്ല ഉറപ്പായിരുന്നു. പക്ഷെ നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഇതേ കണ്ടോ, അവള് അതിനെല്ലാം ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. കൈയൊക്കെ വെച്ച് കൊടുക്കാൻ ഞാൻ പറയുന്നുണ്ടായിരുന്നു മോളെ അടുത്തോട്ട് പോവല്ലേ അങ്ങനെ പോവല്ലേ. പക്ഷെ അത് ഒരു പേടിയില്ലായിരുന്നു കേട്ടോ. അച്ഛന്റെ മോളാണ്. അച്ഛനും ഇതിനേക്കാൾ ഇപ്പൊ മോളും ഇതിനേക്കാന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നമുക്കെന്താ എനിക്ക് ഭയങ്കര സന്തോഷവും തോന്നി ട്ടോ. അവൾക്ക് പേടിയില്ല എന്നുള്ളത് മനസ്സിലായപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ദേ കണ്ടോ അതിന്റെ അടുത്തൊക്കെ ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു. ഇപ്പൊ ഞാനായിരുന്നെങ്കില് എന്റെ കയ്യിലെങ്ങാനും അത് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ കിടന്ന് കരഞ്ഞു വിളിക്കും.
പക്ഷെ ഇതാ അവൾക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അവള് ഫുള്ള് ഓടി നടന്ന് അതിന് ഫുഡ് കൊടുക്കുന്നു. അച്ഛാ താ, അമ്മ താ എല്ലായിടത്തൊക്കെ പോയി ഭയങ്കരായിട്ട് അവള് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിനായിട്ട് ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്കിത് ഈ നാട്ടിൽ കാണുന്നതാണെങ്കിൽ ഈ കോഴികളെയൊക്കെ ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് ഞാൻ കരുതില്ല കേട്ടോ. അപ്പൊ ഇനിയുള്ള ഒരു പ്രതീക്ഷ എന്ന് വെച്ചാൽ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിനെ ഒരു കുഴപ്പവും കാണില്ല. അവളെല്ലാത്തിനെയും കണ്ടാലും ആ ഒരു പേടി കാണില്ല എന്ന് എനിക്കിപ്പോ മനസ്സിലായി. പിന്നെ നമ്മൾ അടുത്തടുത്തോട്ട് വരുമ്പോഴത്തേക്ക് ഇതാ മുതല ഉണ്ടായിരുന്നു. ഇത് ഒറിജിനൽ ആണോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഒറിജിനൽ ആണ്. അങ്ങനെ ഓരോന്നിനെയൊക്കെ കണ്ടു. നമ്മൾ അടുത്തടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ ആരാ കിടന്നേ? അവിടെ കിടന്നിരുന്നത് ഒരു പെൺസിംഹമായിരുന്നു കേട്ടോ. അതിന് കുറച്ചും കൂടി അവര് പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം അതിന്റെ അടുത്തോട്ട് പോവണ്ടാന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം അക്രമകാരികളാണല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അറിയില്ല. അത് കഴിഞ്ഞിട്ട് അടുത്ത ആളെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഫോണുമായിട്ട് എന്റെ അടുത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് അത് ചാടി വന്നു. അപ്പൊ ഞാൻ ചെറുതായിട്ട് പേടിച്ച് ഞാൻ പെട്ടെന്ന് ബാക്കിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ അടിപൊളിയായിട്ടുള്ള ഒരു ഹൈലൈറ്റ് ആണ് നമ്മൾ ഈ ബേർഡ്സിനെ ഇങ്ങനെ കയ്യിൽ വെക്കുന്നത്. പക്ഷേ ഇതും എനിക്ക് പേടിയുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ഞാൻ കൊണ്ട് അതിനൊന്നും കയ്യിലൊന്നും വെക്കാൻ നിന്നിട്ടില്ല. അവരൊക്കെ നിന്നും ഫോട്ടോയൊക്കെ എടുത്തു. എന്നെ ഒരുപാട് വിളിച്ചു. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇവിടുത്തെ ആ ഒരു സീനറി അത് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പൊ ഇത് അമ്മയും നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതേ കണക്കൊക്കെ നിന്ന് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ അറ്റാക്ക് വരും. അത്രയ്ക്ക് എനിക്ക് പേടിയാണ് കേട്ടോ. എന്റെ ആ ഒരു പേടിയുടെ വീഡിയോ അവരാരും എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് കിട്ടിയിട്ടില്ല. അത് കിട്ടിയാലും ഞാനത് ആഡ് ചെയ്യില്ലല്ലോ. കാര്യം ഞാൻ തന്നെ ട്രോളില്ല. പിന്നെ അത് കഴിഞ്ഞ് ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ നടന്നു. അതാ പലതരത്തിലുള്ള കടുവകളുണ്ടായിരുന്നു. ഇതിപ്പോ ഇതാ വെള്ള കടുവ ഉണ്ടായിരുന്നു. അവരൊക്കെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഒക്കെ ഇട്ട് കിടക്കുന്നുണ്ട്. കടുവകളാണല്ലോ. ആ അങ്ങനെ നമ്മള് പിന്നെ നമ്മുടെ ചീറ്റപ്പുലി ഉണ്ടായിരുന്നു. ചീറ്റപ്പുലി അത് അതിനെയൊക്കെ കണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഓരോ സെക്ഷനിലും ഓരോരുത്തരായിട്ട് എങ്കിലും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടതാ നമ്മളെല്ലാരും ഇവിടെ നടക്കുന്നു. അപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കൽ മാത്രമേ ഉള്ളൂ. എനിക്ക് ഇങ്ങനെയുള്ളതൊക്കെ നല്ല പേടിയുള്ള കാര്യമാണ്. പിന്നെ ഇതൊക്കെ കാണാൻ ഇഷ്ടമാണെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറേ പേരിതാ തളർന്നൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സിംഹമൊക്കെ തളർന്ന് കിടക്കണം. തളർന്നല്ല, നമ്മൾ കണ്ടപ്പോഴത്തേക്ക് ചാടി എഴുതിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞിനെതാ അച്ഛനെടുത്ത് തോളിൽ വെച്ചു. അപ്പൊ അവൾക്ക് ഓരോന്നും ഇങ്ങനെ കാണിച്ചും പറഞ്ഞും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. നമ്മള് ടിവിയിലും അങ്ങനെയൊക്കെ അവള് കണ്ടിട്ട് ആ ഒരു ഓർമ്മയുള്ളൂ. മോള് കുറച്ചുകൂടി കുഞ്ഞായിരുന്ന ടൈമില് കഴിഞ്ഞ ഒരു വർഷം നമ്മള് ഒരു സൂവില് പോയിട്ടുണ്ടായിരുന്നു, അലൈൻ സൂവില്. പക്ഷെ അന്ന് അവള് കുഞ്ഞായതുകൊണ്ട് അവൾക്ക് അതൊന്നും തിരിച്ചറിയാറായിട്ടില്ലായിരുന്നല്ലോ. പക്ഷെ ഇത്തവണ പോയത് ഉമ്മൽക്കുയിലെ സൂവിലാണല്ലോ. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് അവൾക്ക് കുറേ കാര്യങ്ങളൊക്കെ കാണാനൊക്കെ പറ്റി. പിന്നെന്താ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നിയതാട്ടോ അത് ഈ ആമക്കുട്ടികള്. കുട്ടികളല്ല, അല്ല അത്യാവശ്യം വലിയ ആമകളാണ് കേട്ടോ. ഇവര് നമ്മൾ ആ ഒരു ഫുഡൊക്കെ കൊടുക്കുന്ന ടൈമിൽ അവർ വരുന്ന ആ ഒരു സ്പീഡ് അത് കാണുമ്പോൾ എനിക്ക് മറ്റേ നമ്മുടെ ആമയും മുയലിന്റെ കഥയൊക്കെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളിതാ ഒരു കേവ്, നമ്മുടെ ഗുഹയുടെ അകത്തൂടി ഇങ്ങനെ പോവാന്ന് വെച്ചു. അപ്പൊ നമ്മൾ ഇതിനകത്ത് എന്തെങ്കിലും കാണുന്നു, പക്ഷെ ഒന്നുമില്ലായിരുന്നു. അത് ജസ്റ്റ് നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ഒരു ഷോർട്ട് കട്ട് എന്നൊക്കെ പറയില്ലേ, അത് കണക്കായിരുന്നു കേട്ടോ. പക്ഷെ അതിനകത്തൂടി പോകുന്നത് നല്ലൊരു ഫീൽ ആയിരുന്നു കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പേടിയുണ്ടായിരുന്നു. കാര്യം ഞാൻ കുറച്ച് ബാക്കിലായിരുന്നു. മോളെയും കൊണ്ടായിട്ട് ചേട്ടൻ വന്ന് പേടിപ്പിക്കില്ല എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളിതാ പതുക്കെ നോക്കി നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് ഇരുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു ഫ്രണ്ടിൽ നിന്ന് നമ്മൾ അപ്പുറത്തെ സൈഡ് എത്തുന്ന ആ ഒരു വ്യൂ അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഇതാണ് ആ ഒരു വ്യൂ വന്നത്. നമ്മൾ രാവിലെ ഒരു 9:30 ആയപ്പം ഇറങ്ങി. അപ്പൊ ഇവിടെ എത്തിയപ്പോ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മളിപ്പോ ഈ നടക്കുന്ന ഈ ഒരു ടൈമിലൊക്കെ അത്യാവശ്യം വെയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ പതുക്കെ ഇങ്ങനെ ക്ഷീണിച്ചു എന്ന് തന്നെ പറയാട്ടോ. അപ്പോ അടുത്തതായിട്ട് നമ്മൾ ഇതാ പോവാൻ പോകുന്നത് ഇവിടുത്തെ മെയിൻ ഒരാളെ കാണാനാണ്. എനിക്ക് ഭയങ്കര ഒരു പേടിയും ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരുമ്പോ. പക്ഷെ ഇവിടെ ഈ ഒരു ആളെ ഇങ്ങനെ നമ്മളിപ്പം ഓപ്പൺ ആക്കി ഇട്ടിട്ടില്ല എന്ന് ഇങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമാധാനം എനിക്കുണ്ടായിരുന്നു. അപ്പൊ അതാ നമ്മൾ പോകുന്നത് നമ്മുടെ ദാ ഈ ഒരു ഒറാങ്കുട്ടനെ കാണാനാണ്. അപ്പൊ ആള് എനിക്ക് തോന്നുന്നു കുറച്ച് ഏജ്ഡ് ഒക്കെ ആയി തോന്നുന്നു. ക്ഷീണിച്ചതേ ഒട്ടും വയ്യ വയ്യ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോ അത് മനുചേട്ടനൊക്കെ പോയി ഇരുന്നപ്പോഴത്തേക്ക് ആളെ മൈൻഡ് കൂടി ആക്കുന്നില്ലായിരുന്നു. നമ്മള് ചേട്ടനൊക്കെ പോയി കയ്യിലൊക്കെ പിടിച്ചിട്ട് ഒരു മൈൻഡ് ഇല്ല. ചിലപ്പം പറയാൻ പറ്റില്ല, മൂഡ് അനുസരിച്ചായിരിക്കുമല്ലോ. അപ്പൊ ഇതാ മോളിങ്ങനെ അടുത്തിരുന്നപ്പോഴും ഒക്കെ പതുക്കെ കൈയൊക്കെ ഇങ്ങനെ പൊക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ അവരെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇത് റീബയുടെ മമ്മിയാണ്. അപ്പൊ മമ്മി ഇരുന്നപ്പോഴത്തേക്കും കണ്ടോ പതുക്കെ ഇങ്ങനെ കൈവച്ചൊക്കെ ടോപ്പിലൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് ടൈമിലാണ് അവിടെ വേറൊരു അതിഥി വന്നത്.
അപ്പൊ ഈ ഒരു ലേഡിയുടെ കയ്യിലിരിക്കുന്ന ആളെ കണ്ടപ്പോ ഞാൻ ആദ്യം കരുതി കുഞ്ഞാണോ എന്ന്. പക്ഷേ അത് എന്താണ്, ഒരു കുരങ്ങനാണോ? ആ എനിക്കറിയില്ല. കുരങ്ങൻ എന്ന് പറയാൻ പറ്റുമോ? ആഹ് അതിന് ഭയങ്കര ഡ്രസ്സൊക്കെ ചെയ്തു. അവര് സൂവിലേക്ക് കൊടുക്കാൻ കൊണ്ടുവന്നു കേട്ടോ. ഒരു ക്യാപ്പൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോ ആ ഒരു ഒറാങ്കുട്ടന്റെ കണ്ണിന്ന് കണ്ണീരൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവരതിങ്ങനെ വൈപ്പ് ചെയ്തെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പം എന്തോ ഒരു പ്രത്യേക ഫീലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ അവരടുത്ത് നമ്മള് ചോദിച്ചു. ഞാൻ ചോദിച്ചിട്ടാട്ടോ വീഡിയോ എടുത്തത്. കാര്യം ചിലർക്ക് ഇഷ്ടാവില്ല. പിന്നെ നമ്മള് മറ്റൊരാളുടെ പ്രൈവസിയില് ഇടപെടാൻ പാടില്ലല്ലോ. അപ്പൊ ഞാൻ അവരടുത്ത് ചോദിച്ചു കേട്ടോ. വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചിട്ട് തന്നെയാണ് വീഡിയോ എടുത്തത്. അപ്പൊ ദേ കണ്ടോ, അതിനെ ഇങ്ങനെ ഈ ഒരു കുഞ്ഞാളെ കൊണ്ടുവന്ന് ഇവിടെ സൂവിലേക്ക് കൊടുക്കാൻ വരികയായിരുന്നു അവര്. ഇവരുടെ പെറ്റായിരുന്നോന്ന് അറിയില്ല. അതൊന്നും നമ്മള് ചോദിച്ചില്ല ഡീറ്റെയിൽ ആയിട്ട്. കാര്യം ആ ഒരു ഡ്രസ്സൊക്കെ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരികയാണ് കേട്ടോ ചെയ്തത്. അപ്പൊ അതിനെ കൊടുത്തു. അപ്പൊ ഇതിന്റെ കൈയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കറക്റ്റ് നമ്മുടെ മനുഷ്യരുടെ കൈ കണക്കൊക്കെ തന്നെ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അങ്ങനെ അവിടുന്ന് ദാ പതുക്കെ ഇറങ്ങി നമ്മൾ അടുത്തടുത്തോട്ട് വരുന്നുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അടുത്തത് വന്നത് ഈ കുതിരക്കുട്ടന്മാരെ കാണാനാണ് കേട്ടോ. അപ്പൊ ഞങ്ങളുടെ കുഞ്ഞി പിന്നെ ദാ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവള് ഫുഡൊക്കെ കൊടുത്തു. അങ്ങനെ അവിടുന്ന് പിന്നെ നേരെ അടുത്തടുത്തോട്ട് പോവാന്ന് വെച്ചു. അപ്പൊ കയ്യിലുള്ള ഫുഡൊക്കെ കൊടുത്ത് തീർത്താട്ടോ പോയത്. ആ കുതിരയുടെ വായുടെ അടുത്ത് വരെ അവളുടെ കൈ പോയിട്ടുണ്ട്. പക്ഷെ ഒരു പേടിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അതിന് ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് വീണ്ടും അടുത്തടുത്തോട്ട് പോയി. അപ്പൊ അടുത്തൊരു ഏരിയയിൽ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഹോഴ്സ് റൈഡ് ഉണ്ടായിരുന്നു. അപ്പം ഒരു ചെറിയ പേയ്മെന്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവര് റൈഡ് ചെയ്യും. അങ്ങനെയായിരുന്നു. അപ്പോ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അറിയാലോ, എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ കേറില്ല. പിന്നെ നമ്മള് കുതിരയുടെ അവസ്ഥയും കൂടി ആലോചിക്കണമല്ലോ. അങ്ങനെ ദാ എസ്തുമോള് കേറിയിട്ടുണ്ടായിരുന്നു. അവള് ഫുൾ ചില്ലാണ്. അവൾക്കൊരു പേടിയൊന്നുമില്ല കേട്ടോ. അവള് പിടിച്ചിങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. മോള് എസ്ത് കേറുന്ന കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ മോക്കും കേറണംന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ കേറാൻ പറ്റിയില്ല. കാര്യം കുഞ്ഞു പിള്ളേരെ അവരിരുത്തില്ല. പേരൻസുമായിട്ടേ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പം പേരൻസിനെയും ഇരുത്തില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഏരിയയിൽ വന്നു. ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ടൊക്കെ ഇരുന്നു. അങ്ങനെ അവിടെ കുറച്ചു നേരമൊക്കെ നിന്ന് കളിക്കുകയും കുറച്ചു നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. അവിടുത്തെ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചു. പിന്നെ നമ്മളിതാ അടുത്ത ഓരോന്നായിട്ട് ഇങ്ങനെ കണ്ട് കണ്ട് പതുക്കെ ഇറങ്ങാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല നല്ല കുറേ ഫോട്ടോസ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യം അത്യാവശ്യം വെട്ടമൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഫോട്ടോസ് ഒക്കെ കിട്ടി. പിന്നെ ഇവിടെ കുറേ ചട്ടമ്പികളുണ്ടായിരുന്നു. ഇതേ കണ്ടില്ലേ? ഓട്ടും ബഹളവും അടിയും മേളവും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ അതിന്റെ അടുത്തോട്ടൊന്നും പോയില്ല. കാര്യം ഒരു വയലന്റ് ആയിട്ട് നിൽക്കുകയാണെന്ന് എനിക്ക് തോന്നി. ഞാൻ പിന്നെ അടുത്തോട്ടൊന്നും പോകാറില്ലല്ലോ. അപ്പൊ നമ്മളിങ്ങനെ രണ്ട് സൈഡിലായിട്ട് നമ്മുടെ ചെമ്മരിയാട് അങ്ങനെ ഓരോന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാം ഇങ്ങനെ കണ്ട് 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 പതുക്കെ നടന്നു. അപ്പൊ എല്ലാരുടെയും കയ്യിലുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ, ഫുഡല്ല, നമ്മുടെ ആ ഒരു എന്താ അത്, മറന്നല്ലോ. അതൊക്കെ നമ്മൾ കൊടുത്തു. അതെന്ന് വെച്ചാൽ ആ പുല്ലൊക്കെ നമ്മൾ കൊടുത്തു. പുല്ലല്ലല്ലോ, ആ ഒരു ഫുഡ് ഫുഡ് തന്നെയല്ലേ ഇത്. അതിനെ മോളാണെങ്കിൽ പിടിച്ചു വെച്ചോണ്ടിരിക്കുക കേട്ടോ. അത് വന്ന് കടിച്ചെടുക്കുന്നത് വരെ. അപ്പം നമ്മൾ ഒരു തണ്ടായിട്ട് ചെല്ലുമ്പോഴത്തേക്കിന് എല്ലാവരും കൂടി വരും. അപ്പൊ അവൾ ആർക്കെങ്കിലും ഒക്കെ കൊടുത്തിട്ട് വരും കേട്ടോ. എന്നിട്ട് വീണ്ടും വീണ്ടും അതൊക്കെ പറഞ്ഞൊക്കെ നിൽക്കുകയാണ്. ഇത് ഒരെണ്ണം കിട്ടുന്ന ആള് കിടന്നടിയാണ്. കാര്യം ബാക്കിയുള്ളവർക്ക് കിട്ടിയില്ല. അങ്ങനെ അങ്ങനെ അതൊക്കെ ഫുഡൊക്കെ കൊടുത്തു. പിന്നെ വീണ്ടും വീണ്ടും നമ്മൾ ഓരോ സൈഡിലോട്ടായിട്ട് നടക്കാന്ന് വെച്ചു. അപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ ഫുൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഒരുപാടൊന്നും അങ്ങനെ നടക്കാനൊന്നുമില്ല. എന്നാലും അത്യാവശ്യം കുറച്ചൊക്കെ നടക്കാണ്ട് കേട്ടോ. അപ്പൊ ഇത് അടുത്ത് നമ്മൾ കുഞ്ഞു ആടുകളെ കണ്ടപ്പോഴത്തേക്ക് അതിന്റെ അടുത്തേക്ക് വന്നു. അവർക്കും കയ്യിലുള്ള ഇലയെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഗോമാതാവിനെ കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ നല്ല പശുക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതുമൊക്കെ കണ്ടു. പിന്നെ വീണ്ടും എന്താ, കുറച്ച് ആട്ടിൻകുട്ടികളും കുറച്ച് എന്തൊക്കെയാ മറ്റേ ഡോഗിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ആ ഒരു ഏരിയയിൽ വന്നു. അപ്പം ഇവിടെ കുറച്ച് ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങോട്ട് വന്നു. അപ്പോഴത്തേക്കാണ് അറിഞ്ഞത് ഈ വീരൻ നമ്മുടെ എസ്തുമോളുടെ കയ്യിൽ ചെറിയൊരു കൊത്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളിത്തിരി ചട്ടമ്പി എന്ന് അറിഞ്ഞത് കൊണ്ട് നമ്മൾ പതുക്കെ ആ ഏരിയയിലോട്ട് പോകാതെ നേരിങ്ങനെ നീളന്നു വന്നു. പിന്നെ നമ്മൾ ലാസ്റ്റ് കാണാൻ പോയ ആളെന്ന് വെച്ചാൽ ഈ ഒരു ജിറാഫിനെയാണ് കേട്ടോ. ഈ ജിറാഫ് ഇവിടെ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പം നമ്മൾ കേറി വരുന്ന സൈഡിൽ തന്നെയാണ്. അപ്പൊ ഞാൻ വന്ന ടൈമിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് ലാസ്റ്റ് എത്തുന്നത് ഇവരുടെ അടുത്താണ്. അങ്ങനെ അവിടെ വന്ന് അവരുടെയും കുറച്ച് നേരമൊക്കെ നിന്നു. കയ്യിലുണ്ടായിരുന്ന ഫുൾ ലീഫും കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. പിന്നെ ലാസ്റ്റ് എൻട്രൻസ് ആണ് കേട്ടോ ഇത്. പക്ഷെ എൻട്രൻസിന്റെ അവിടെ ഇങ്ങനെ ഒരു അറബി മുട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉമ്മൽക്കൈ കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ.